ഹായ്, നമസ്കാരം. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുക. കാണാവോന്നറിയത്തില്ല. കാണാവോ? കാണാവോ? നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുക. കാണാവോ? കാണാമെങ്കിൽ കാണാം. അപ്പം ഞാൻ ചോറ് രാവിലെ അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോകാൻ നേരത്ത് ചക്കക്കുരു മെഴുക്കുവരട്ടിയും പിന്നെ ചെറുപയർ തോരനും കൂടെ വെച്ച് ചോറ് കൊടുത്തു. അത് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. ഇപ്പം സമയം 1 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു കറി ഉണ്ടാക്കാമേ. തട്ടിക്കൂട്ട് കറി തക്കാളിക്ക വെച്ച് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ വീട്ടിൽ ഇറച്ചിയും മീനും ഒക്കെ കറി വെക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഇതൊന്നും കൂട്ടാത്ത ഒരാളെങ്കിലും ഏതെങ്കിലും എല്ലാ വീടുകളിലും കാണും, ഒരാളെങ്കിലും കാണും. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിയുന്നതന്നെ നമുക്ക് പെട്ടെന്ന് കറിയൊന്നുമില്ല, പെട്ടെന്ന് എന്തായാലും ചെയ്യേണ്ടത്. എന്തായാലും തക്കാളിക്ക കാണും, ഒരെണ്ണമെങ്കിലും കാണും, ആ ഒരെണ്ണമെങ്കിലും മതി. അപ്പോൾ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാം. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അത്ര എടുക്കണ്ട. പിന്നെ ഇതിന് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി ജീരകം, ശകല മഞ്ഞൾപ്പൊടി, 2 കാന്താരി ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം കൊച്ചുള്ളിയും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം വെച്ച് നമ്മൾ പെട്ടെന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കടുക് വഴറ്റാൻ കൊച്ചുള്ളി കടുക് വഴറ്റാനുള്ളത്, പിന്നെ കറിവേപ്പില നമുക്ക്. അപ്പോൾ ഞാൻ തക്കാളിക്കയും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ച് ഒന്നിച്ച് തന്നെ അരിഞ്ഞത്. എല്ലാം നമ്മൾ ഒത്തിരി പാത്രത്തിലാകുമ്പം നമുക്ക് പാടാം കഴുകി വെക്കാൻ. പിന്നെ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇതിനെ കടുക് വഴറ്റാൻ. സിമ്പിളാണേ, സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ അതിലോട്ട് വെച്ചു ഇട്ടായില്ലേ. ഈ സംഭവം നമുക്കെടുത്ത് കളയാം. പച്ചമുളക് അതിലോട്ടും പോട്ടെ, ഇതെടുത്ത് കളയാം. ഓക്കെ. പിന്നെ ഞാൻ ഗ്യാസിലൊന്നും അല്ല വെക്കുന്നത്, ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പിലോട്ട് നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. ഓക്കെ, ചീനച്ചട്ടിയിലാണ് പരിപാടി. ഇതിൻ്റെ ഒരു കുഴ പോയതാണ്. എന്നാലും നമ്മൾ ഇതുവരെ സേവിച്ച ചീനച്ചട്ടി നമുക്ക് കൈവിടാൻ പറ്റുമോ? അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുകെടുക്കും. അപ്പം എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും ഇത് ആദ്യമേ കടുക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ കറിയൊക്കെ വെക്കുമ്പോഴേ ഏറ്റവും ആവശ്യവും എന്നാൽ ഈ കറിയൊക്കെ വെച്ചേച്ച് പിന്നെ കടുക് വഴറ്റേണ്ടി വരും. നമ്മൾ ആദ്യം കടുക് വഴറ്റും, ചുവന്നുള്ളി അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് വെക്കും. തക്കാളി ഇറക്കി കൊടുത്തിട്ട് നമ്മളതിലൊരു വെള്ളം ഒഴിക്കണം. ഈ സമയം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അടച്ച് വെക്കണം. അപ്പം നമ്മൾ തക്കാളിക്ക് വേഗം വെച്ചില്ലേ, ഇത് നമുക്ക് ചെറിയൊരു ഇടവേളയുണ്ട്. ആ സമയത്ത് നമുക്കിത് ചക്ക വെച്ച കുമ്പളപ്പമാണ്. ചക്ക വെച്ച് ഗോതമ്പൊടിയാണ് നിൽക്കുന്നത്, അമ്മ ഉണ്ടാക്കിയത്. അപ്പം നമുക്കത് ഇടവേളകൾ ആനന്ദകരമാക്കാം. ഇനി 3 ഉള്ളായിരുന്നു, അതിൽ ഒരെണ്ണം ഞാനെടുത്ത് ഇതെല്ലാം കൂടെ ഇടാം.
മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അരപ്പ് അരച്ച് വെക്കാമേ. നെക്സ്റ്റ് നമുക്ക് അരപ്പ് അരച്ച് വെക്കാം. ഞാൻ കാണിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തേങ്ങ, ജീരകം, പിന്നെ കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി. നമുക്കത് അരച്ച് വെക്കാമേ. നമ്മൾ അടുപ്പേ വെച്ച് തക്കാളി എവിടം വരെ ആയി നോക്കാം. പുക കാരണം കാണത്തില്ലല്ലേ. എന്തായാലും അത് വേവാറായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് അരപ്പിട്ട് തിളയ്ക്കാൻ പാടില്ലല്ലോ, ചെറിയ ഒന്ന് ചൂടായാൽ മതി. അങ്ങനെയെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. എന്തുവാ പൂച്ചക്കുഞ്ഞ് എന്നോട് ചോറ് ചോദിക്കുക. എൻ്റെ കലാപരിപാടി കഴിയാതെ അവർക്ക് ചോറ് കിട്ടാൻ സിമ്പിൾ. ഇനി കടുവും വെളുത്തണ്ട, ഒന്നും വേണ്ട അല്ലേ. ചെറുങ്ങനെ ഇളക്കി കൊടുക്കണം. അടുപ്പ് ഞാൻ തീ ഇല്ല, ചൂടത്ത് മാത്രം നിൽക്കുക. വേണ്ട ഇങ്ങനെയുണ്ട്. ആയതുകൊണ്ട് മഴയായതുകൊണ്ട് നമുക്ക് വെട്ടം കുറവാണ്. കറണ്ടൊക്കെ ഉണ്ട്, പക്ഷെ വെട്ടം കുറവാണ്. അതെ, സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കറിയാണ്. ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.